നമ്മ ഊര് ശിങ്കാരി എന്ന ചിത്രത്തിൽ ഇപ്പോൾ അഭിനയിച്ചു വരുന്നതിനിടയിൽ മദ്രാസ് AVM സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ ലേഖകനുമായി അഭിമുഖം നടത്തി. ഈ ചിത്രത്തെക്കുറിച്ച് തനിക്കേറെ പ്രതീക്ഷയാണുള്ളതെന്ന് അവർ പറഞ്ഞു. നമ്മ ഊര് ശിങ്കാരിയുടെ ഷൂട്ടിംഗ് ഇയാളെന്തോ കാണിക്കുന്നു. എന്താണ് നമ്മ ഊര് ശിങ്കാരിയുടെ ഷൂട്ടിംഗ് ജാനുവരി 22 മുതൽ AVM-ൽ തുടരും എന്ന് എബ്രഹാം ജോൺ. നമ്മുടെ ജോണേട്ടനാ? എനിക്കൊരു ഐഡിയ. നമുക്ക് അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഖുശ്ബുവിനെ കാണുക മാത്രമല്ല പരിചയപ്പെടുക ചെയ്യാം. ഈ നേരിട്ട് അഭിമുഖം നടത്തിന്ന് പറയുമ്പോ ഖുശ്ബു അയാളോട്ട് വലിയ ക്ലോസ് ആയിരിക്കും അല്ലേ? പിന്നെ അതിന് അയാൾ എപ്പോഴാ മദ്രാസിൽ പോയത്? അതിന് മദ്രാസിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് എന്റെ മദ്രാസ്. ഇതേലോട്ട് നോക്കി വായിക്കും, ഇതേൽ ഇങ്ങനെ എഴുതും. അതാണ് അബ്രഹാം ജോൺ. അതായത് കോപ്പിയടി അല്ലേ? കോപ്പി അടിച്ചോണ്ട് ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാന്ന് കരുതണ്ട. ഞാനും ഖുശ്ബുവും തമ്മിൽ 5-6 വർഷത്തെ പരിചയമാണ്. തേടി വലിയ കാലേ ചുറ്റി. എങ്കിൽ അഴിച്ചു കളാ, മറിഞ്ഞു വീഴും. അതല്ല പറഞ്ഞത്, ഞങ്ങൾ ഈ ഖുശ്ബുവായിട്ട് ക്ലോസ് ആയിട്ട് ഒരാളെ അന്വേഷിച്ചടക്കായിരുന്നു. ഗുഡ്. എങ്കിൽ നിങ്ങളുടെ നക്ഷത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഷീ ഈസ് വെരി ക്ലോസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖുശ്ബുവിന് ജന്മം നൽകിയത് ഞാനാണ്. അല്ലടാ അച്ഛൻ നിർക്കോല്ലോ. എഴുതി ഖുശ്ബുവിന് ജന്മം നൽകിയതാ കഴുത ഞാൻ പറഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഖുശ്ബുവിന്റെ അച്ഛൻ ഞാനാണ്. ദി ഗാഡ് ഫാദർ, എഴുത്തച്ഛൻ, നിന്റെ അപ്പൂപ്പൻ. എന്താ വിശ്വാസമാകുന്നില്ലേ? വിശ്വസിപ്പിച്ചു തരാം. ഖുശ്ബുവിനെ നിനക്ക് നേരിട്ട് കാണണോ വേണ്ടേ? നേരിട്ടോ? അല്ല, വളഞ്ഞിട്ട് കാണണമെങ്കിൽ കാണണമെന്ന് പറ, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്, നിങ്ങൾ മദ്രാസിൽ പോകേണ്ടി വരും. മദ്രാസിൽ പോകണം? അല്ല, മദ്രാസ് ഇങ്ങോട്ട് വരും. വിവരക്കേട് പറയാണോ? നീ ഒന്ന് ചുമ്മാതിരിടാ ചേട്ടാ. ചേട്ടൻ പറ, മദ്രാസിൽ പോയി കഴിഞ്ഞാൽ ഖുശ്ബുവിനെ കാണാൻ പറ്റൂ? സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്? എങ്കിൽ പെട്ടി പ്രമാണമൊക്കെ റെഡി ആയിക്കോ. അയ്യോ, അപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല. നിനക്ക് പെട്ടി ഇല്ലേ? പെട്ടിയുണ്ട്, പ്രമാണം ഇല്ല. അത് കണ്ടാലേ അറിയാം. എടാ ദിലീപേ, നിനക്ക് വിവരമുള്ളതുകൊണ്ട് പറയാം. വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കാം. ഖുശ്ബു ഇപ്പോ MOV സ്റ്റുഡിയോ, അവിടേക്ക് ആര് പോകും? AVM സ്റ്റുഡിയോ. AVM-ലേക്ക് ഞാൻ ഒരു കത്ത് ഗേറ്റിൽ നിൽക്കുന്ന വാച്ച്മാന്റെ അടുത്ത് കൊടുക്കുക. ആ സെക്കൻഡ് നിങ്ങൾ അകത്ത്. AVM. അതിന്റെ അടിയിൽ തമിഴ് എഴുതി, ഇംഗ്ലീഷിലായിരുന്നു വായിക്കായിരുന്നു. ഓ, അത് ഇംഗ്ലീഷ് AVM സ്റ്റുഡിയോ എന്ന് എഴുതിയിരിക്കുന്നത്. ജോണേന്റെ കൂട്ടുകാരനല്ലേ അത്? വാച്ച്മാൻ. എനിക്ക് അയാളെ കണ്ടിട്ട് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ജോണേന്റെ കത്ത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ഒരാളും പേടിക്കണ്ട. എനിക്ക് ഭയങ്കര ശങ്ക. ശങ്കേ? മൂത്രശങ്ക. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാം. എടത് കേരളമല്ല, മദ്രാസ. ഇവിടെ പരസ്യമായിട്ട് മൂത്രയ്ക്കാൻ പാടില്ല, പോലീസ് പിടിക്കും. എന്നാലും വേണ്ടില്ല, 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അവൻ എവിടെയെങ്കിലും പോട്ടെ, നമുക്ക് ജോണേന്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കാം. ഫ്രണ്ടേട്ടാ. படுகொலை செய்யப்பட்டார்கள். ஓ அப்படியே கொலை செய்யப்பட்டார்கள். அப்படித்தான் இருக்கும். അണ്ണാച്ചി, ഇങ്ങ എവിടെയെങ്കിലും മൂത്രം ഒഴിച്ചാ പോലീസുകാരന്മാർ പിടിക്കുമോ? പോലീസൊന്നും ഇങ്ങ പിടിക്കാതെ അവനവന് മൂത്രം ഒഴിക്കണമെങ്കിൽ അവനവൻ തന്നെ പിടിക്കണം. ഇവിടെയോ പൊയ്ക്കോ. മലയാളമാ? എങ്കിട്ട് വിളയാടാതെ പോവളിയെ. അയ്യോ, വെളിയെ പോവാനോ? ഞങ്ങള് ജോണന്റെ ക്ലോസ് ഫ്രണ്ട്സാ. പിആർഒ എബ്രഹാം ജോൺ. എവനായിരുന്നാ എനക്കല്ലടാ അന്ത മാതിരി PR ഒന്നും എനിക്ക് தெரியாது. എന്ത് പറ്റാൻ? അയാൾ പിടിച്ച് പുറത്താക്കി. ജോണേട്ടന്റെ കത്ത് കൊടുത്തില്ലേ? കത്ത് കൊടുത്തു, പക്ഷെ അതേ സ്പീഡിൽ തന്നെ അയാൾ പിടിച്ച് പുറത്താക്കി. അയാൾ അങ്ങനെ ചെയ്തോ? എങ്കിൽ നിങ്ങൾ വാ, വഴിയുണ്ടാക്കാം. ആങ്കോലി ഇവനാരടാ? രജനീകാന്തിന്റെ മൂത്തുമാട പോനാ. എവിടെ നോക്കണ വണ്ടി വെക്കണത്? മോത്തരായിട്ട് കണ്ട ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭംഗിക്ക് വേണ്ടിട്ട്. മദ്രാസിലാണെന്ന് ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ കാണാമായിരുന്നു. എന്താണോ കണ്ണു വെച്ച് നോക്കിക്കൊണ്ടിരിക്കണത്? എന്ത് പണി നിങ്ങൾ കാണിച്ചത്? അത് ശരി, എന്ത് പണിയാണെന്ന്? ആരുടെ കാര്യം നിങ്ങൾ തെരഞ്ഞെടുത്തറിയോ? ആരെയാ? ഖുശ്ബുവിന്റെ. ഏത് ഖുശ്ബുവിനാലും? ഖുശ്ബുവിന്റെ ദൈവമേ, കള്ളവണ്ടി കയറിയാ ഞങ്ങൾ ഇവിടം വരെ വന്നത്. ഖുശ്ബു എങ്ങോട്ടാ പോയത്? അവര് ഷൂട്ടിങ്ങിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയതാ. ഇനിയിപ്പോ നമ്മൾ എന്തോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ല ചേട്ടാ, ചേട്ടാ അവര് പാലക്കാട്ടേക്ക് പോയി എന്നല്ലേ പറഞ്ഞു. പാലക്കാടെങ്കിൽ പാലക്കാട്, നമ്മൾ അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ടേത്? അങ്ങോട്ട്. അങ്ങോട്ട്. ഓ, നോർത്ത് പാലക്കാട്. ഒന്ന് വാടക. മദ്രാസിൽ നിന്ന് പാലക്കാട് വരെ ബസ്സിലിരുന്നപ്പോ എന്റെ നടു ഒടിഞ്ഞടാ.
ഒന്ന് നടു ഒടിഞ്ഞാലെന്താ? നമുക്ക് ഇത്തവണ കുഷ്പുനെ കാണാൻ പറ്റില്ലേ? ഈ പാലക്കാട് വന്നിങ്ങനെ തേരാപ്പര നടക്കാൻ ഷൂട്ടിംഗ് എവിടെയെന്ന് അന്വേഷിക്കും. ആ ഇവൻ പറഞ്ഞാണ് കാര്യം. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് പുഷ്പുനെ കാണാണ്ട് ഇനി ഞാൻ നാട്ടിലേക്കില്ല. ഷൂട്ടിങ്ങിന്റെ കാര്യം ആരോട് അന്വേഷിക്കും? റെയിൽവേ എൻക്വയറിൽ അന്വേഷിച്ചാലോ? എന്തൊരു വണ്ടിക്കല്ല വെക്കണം അവന്റെ. ഖുഷ്ബുവിന്റെ കാറ് നമ്മൾ ഏഴുമില് കണ്ട ഖുഷ്ബുവിന്റെ അതേ ഡ്രൈവർ. അങ്ങനെയാണെങ്കിൽ കുഷ്പു അതിനകത്തുണ്ട്. തീർച്ച വാ. എവിടെ നോക്കി നടക്കാം? കോട്ടയത്ത് ഓടിക്കാം. വണ്ടി കിടക്കണോ? വളയം മാത്രം പിടിച്ചിരുന്നാ പോരെ. നോക്കണം കുഷ്പു ചേച്ചി ബാലോർക്ക് ഞങ്ങൾ എറണാകുളത്ത് മദ്രാസ് വഴി പാലക്കാട്ട് വന്നാണ് ചേച്ചിക്കാട്. പ്ലീസ് ഒന്ന് ബാലോർക്ക് ചേച്ചി. ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള അവസാനത്തെ ആഗ്രഹമാണ് എന്താ ചെയ്തതെന്നോ? ഡ്രൈവർക്ക് കൈക്കൂലി കൊടുത്ത് പാലക്കാട് ഡിവൈഎസ്പിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഏത് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണ് നിങ്ങൾ? കള്ളം പറയുന്നതാ. നാക്ക് ഞാൻ പിടികൊടുക്കും. പറയടാ, ആരാടാ നിങ്ങൾ? സോഡ കമ്പനി തൊഴിലാളികളാണ്. സോഡാ കമ്പനിക്കാർക്ക് എന്താണ് മദ്രാസി കാര്യം? ഞങ്ങൾ സിനിമ നടി ഖുഷ്ബുവിനെ കാണാൻ വേണ്ടി മദ്രാസിൽ പോയത്. ഖുഷ്ബുവാണ് സത്യം. അവിടെ ചെന്നപ്പോ ഖുഷ്ബു പാലക്കാട്ടേക്ക് വന്നു പറഞ്ഞാൽ ഞങ്ങള് പാലക്കാട്ടേക്ക് വന്നത്. അവര് പാലക്കാട്ടേക്ക് വന്നത് ആ സാറിന്റെ പോലത്തെ കാറിലായിരുന്നു. അപ്പോ സിനിമാ ഭ്രാന്താണല്ലേ? മാനവും മര്യാദയായിട്ട് പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലെങ്കിൽ വിവരം അറിയും. കേട്ടോടാ? ഇത്തവണ ഞാൻ വിടുന്നു. യുവന്മാരുടെ പേരും അഡ്രസ്സും ഒക്കെ വാങ്ങി വെച്ചിട്ട് വിട്ടാ മതി. ഡ്രസ് എടുത്ത് കൊടുക്ക. ശരി സർ. ആ പോലീസുകാര് ഡ്രസ് തന്നില്ലായിരുന്നെങ്കിൽ പാലക്കാട് മുതൽ ഇവിടം വരെ ആൾക്കാർക്ക് കാഴ്ചയായേനെ. അതല്ല രസം. അവന്മാരെ 3 എണ്ണത്തിന് അണ്ടർവെയർ ഇടിച്ചു നിർത്തി. പക്ഷെ എന്നെ അങ്ങനെ നിർത്തിയില്ല. അതെന്താ? ആ പോലീസുകാരായിട്ട് അപ്പഴിന് അത്രയ്ക്ക് പരിചയ? അതുകൊണ്ടല്ല, അന്ന് ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരുമാതിരി ചോറിയെന്ന് വർത്താനം പറയരുത്. നിങ്ങൾ ഒരാളാ ആ പിള്ളേരെ കയറൂരി വിട്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്നാ എന്റെ കനകം പറയണേ? ഒന്നും ചെയ്തില്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കമ്പനി അടച്ചിട്ട് അവന്മാരെ മദ്രാസിലേക്ക് അയച്ചുകൂടെ? ഖുഷ്ബുവിനെ കാണാനത്രേ. എനിക്കൊന്നും പിടികിട്ടില്ലെന്ന് വിചാരിക്കണ്ട. എന്താ താരം കെട്ടിയ നിങ്ങളും കൂടെ പോവായിരുന്നു ഇല്ലേ? കനകം, ഈ വയസ്സുകാലത്ത് ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്കറിയാൻ വയ്യ ചോദിക്ക. നിങ്ങളുടെ ഓരോ അവന്മാര്. നമുക്ക് കുട്ടികളില്ലാത്തതല്ലേ? അവരെ നമ്മുടെ മക്കളെ പോലെയല്ലേ കരുതേണ്ടത്? നിങ്ങൾക്ക് മക്കളില്ലാത്തതേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സ്വാമി താക്കോൽ വിളിക്കുന്നു നിങ്ങളുടെ പുന്നാര മക്കള്. ആദ്യം അവന്മാരെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. ആ ആ. ആ നല്ല സമയത്തിന് തന്നെ വന്നു. എന്നെ പടിയടിച്ച് പിണ്ണം വെച്ചിട്ട് അടങ്ങൂ അല്ലേ? സ്വാമി ഞങ്ങള് വേണ്ട, വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി എനിക്ക് മറ്റവനെ കൂടെ ഒന്ന് കണ്ടിട്ട് വേണം ചില തീരുമാനങ്ങൾ എടുക്കാൻ. ദിലീപ് വീട്ടിലുണ്ട്. വീട്ടിലല്ല, ഏത് കാട്ടിലാണെങ്കിൽ പോയി പിടിച്ചോണ്ട് വേടാ. എവിടെ ഇവന്റെ വീട്? ഹലോ ചേട്ടാ, ദിലീപിന്റെ വീട് എവിടെ അറിയോ? ഈ സോഡ കമ്പനി പോകുന്ന ദിലീപല്ലേ? അതെ. എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുന്നവരാ. ഇവിടെ ആദ്യമാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് വഴി ചോദിച്ചപ്പോ മനസ്സിലായി. ഇവിടുന്ന് കാണുന്ന 3ാമത്തെ വീടാ. നേരെ അങ്ങോട്ട് കയറിയാ മതി. അവിടെ നേരെയല്ലേ? വലിയ പാരം. ദിലീപ് ഇപ്പൊ നമ്മളെ കാണുമ്പോ ശരിക്കും അന്ത വിടും. പിന്നെ അന്ത വിടുന്നു. പട്ടി ഉണ്ടോ എന്തോ? ഓ, ഇത് തന്നെയാണോ ഇനി? ഇത് തന്നെ ആയിരിക്കും. കയറി ചെല്ലാം വാടാ. എന്നാ വാ. ഓ, എന്ത് കണ്ടാലും തലയിടുന്നു. വീർക്കൂലി നടക്ക്. ഇവിടെ ആരുമില്ലേ? ആരോഗത്തുണ്ട്. ആരാത്? ദിലീപിന്റെ വീടല്ലേ? അതെ. മക്കളെ എവിടുന്നാ? ഞങ്ങള് ദിലീപിന്റെ കൂട്ടുകാരാ. ദിലീപിന്റെ കൂട്ടുകാരാ. വാ വാടാ. മക്കള് കയറിയിരിക്കെ. ദിലീപില്ലേ? അവൻ പുറത്തു പോയിരിക്ക. മോൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലാ. ആ, മോൻ പൊന്നമ്പലത്തെ തറവാട്ടിലാണല്ലേ? മക്കളിരിക്കും. ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ടുവരാട്ടോ. കുടിക്കാല്ലേ? ആ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. വാടാ, വാടാ, ഇരി, ഇരി. ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. ആ, ദിലീപിന്റെ അമ്മ നല്ല അമ്മയല്ലേ? എനിക്കിഷ്ടായി. എനിക്ക് എന്തിനാ വെള്ളം എടുക്കുന്നത്? ഇതുകൊണ്ട് എനിക്കൊരാവശ്യം ഉണ്ടല്ലോ.
തിന്നാൻ കൂടെ വല്ലതും കൊണ്ടുവരായിരിക്കില്ലേ? സാമ്പിൾ നോക്കായിരുന്നു അല്ല ലഡുവോ ജിലേബിയോ മിച്ചറോ മിച്ചറൊക്കെ തിന്നിട്ട് എത്ര നാളെ നീ അത്യാഗ്രഹം കാണിച്ച് നാണക്കെട്ട് ഉണ്ടാക്കല്ലേ? ഇല്ല അത് ലഡു ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തിന്നിട്ട് ചുമ്മാ എല്ലാവരും വീട് പറഞ്ഞു തരാത്തത്. എന്ത് പറ്റി? ആ തള്ള വെള്ളം കൂരി ഒഴിച്ച് എന്റെ മേത്ത്. അയ്യോ ചേച്ചിക്ക് വട്ടാണ്. ആരാ? ഞാനോ? ദിലീപിന്റെ അമ്മാവൻ. ഹലോ അമ്മാവനാ? കണ്ടത് ഏതായാലും നന്നായി. ദിലീപിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലെന്ന് പറഞ്ഞപ്പോഴാ ആ തള്ള വെള്ളം കൂരി. മോനും പൊന്നമ്പലം തറവാട്ടില്ലേ? ഏയ് ഞാൻ പാലപ്പള്ളി തറവാട്ടിലേ. പാലപ്പള്ളി തറവാട്ടിലാ? ചേച്ചി കുറച്ച് വെള്ളം തിളപ്പിക്കേ, നമുക്ക് ഇവരൊന്ന് പുഴുങ്ങിത്തില്ല. അയ്യോ ചേച്ചി ഞാനിവൻ